3 മുതൽ 4 വരെ തീവ്രതയുള്ള ഭൂചലനങ്ങൾക്ക് സാധ്യതയുള്ള സംസ്ഥാനമാണ് കേരളമെന്ന വിദഗ്ധർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട്. അതിന്റെ തുടർച്ചയെന്നോണമാണ് അടുത്തടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2 ഇടത്താണ് കേരളത്തിൽ ഭൂചലനം അനുഭവപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഈ മാപ്പിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ അക്കാര്യം മനസ്സിലാകും. 2 അടുത്തടുത്ത സ്പോട്ടുകൾ നമുക്ക് ഇവിടെ ഓറഞ്ച് നിറത്തിലും ചുവന്ന നിറത്തിലും അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഈ ഓറഞ്ച് നിറം എന്ന് പറയുന്നത് കഴിഞ്ഞ 24 മണിക്കൂറിന് മുമ്പ് ഭൂചലനം അനുഭവപ്പെട്ട മേഖല. ഈ ചുവന്ന നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് 24 മണിക്കൂറിന് ഉള്ളിൽ ഭൂചലനം അനുഭവപ്പെട്ട സ്ഥലം. അതായത് കഴിഞ്ഞ ദിവസം കുന്നംകുളത്തിനും ചാവക്കാടിനും ഇടയിലുള്ള മേഖലയാണ് അതിൻ്റെ സെൻറ്റർ എന്നെങ്കിൽ ഇപ്പോൾ അത് മാറി ഈ മേഖല വടക്കാഞ്ചേരിക്ക് അടുത്തുള്ള പ്രദേശത്തേക്ക് അതിൻ്റെ സെൻറ്ററായി മാറിയിരിക്കുന്നു. 2.9 മാഗ്നിറ്റ്യൂഡിലുള്ള ഭൂചലനമാണ് ഈ പ്രദേശത്ത് അനുഭവപ്പെട്ടതെന്ന ഭൂചലന നിരീക്ഷണ കേന്ദ്രം പറയുന്നു. അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 10 കിലോമീറ്ററാണ്. സമയം എന്ന് പറയുന്നത് 3 മണി 55 മിനിറ്റ് 17 സെക്കൻഡ്. ഇത് എവിടെയാണ് ഇതിൻ്റെ കൃത്യമായ സ്ഥാനമെന്ന് നോക്കുകയാണെങ്കിൽ 17 കിലോമീറ്റർ തൃശ്ശൂരിൽ നിന്ന് 17 കിലോമീറ്റർ മാറിയും 160 കിലോമീറ്റർ കണ്ണൂരിൽ നിന്ന് മാറിയും കൊല്ലത്ത് നിന്ന് 203 കിലോമീറ്റർ മാറിയുമുള്ള പ്രദേശത്താണ് ഭൂചലനം അനുഭവപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഭൂചലനത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. ഇനി അത് ഏതൊക്കെ മേഖലകളിൽ അതിൻ്റെ വ്യാപിച്ചു എന്നതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വടക്കാഞ്ചേരിക്ക് അടുത്തുള്ള പ്രദേശമാണ് ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. ഈ ഭൂചലനത്തിൻ്റെ പ്രകമ്പനം അനുഭവപ്പെട്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മേഖലകൾ കുന്നംകുളം അടക്കമുള്ള കഴിഞ്ഞ ദിവസം ഭൂചലനം അനുഭവപ്പെട്ട കുന്നംകുളം അടക്കമുള്ള മേഖലയ്ക്ക് പുറമെ പാലക്കാട് ജില്ലയിലെ തൃത്താല തൃത്താല എന്ന് പറയുന്നത് ഈ മേഖലയാണ്. ഈ ഒറ്റപ്പാലം കഴിഞ്ഞ് ഈ മേഖലയാണ് പാലക്കാട് തൃത്താല എന്ന് പറയുന്ന പ്രദേശം. ഈ തൃത്താലയിൽ അടക്കമാണ് ഇതിൻ്റെ ചലനം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രകമ്പനം അനുഭവപ്പെട്ടിരിക്കുന്നത്.